നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീസുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ, ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയുമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണമുര ചെയ്തു. അധ്യായം 18. ചൊല്ലുള്ള വൈശാഖധർമ്മങ്ങളിങ്ങനെ ചൊല്ലി മുനീശ്വരൻ നിൽക്കും ദശാന്തരെ. ഉഗ്രനാകുന്നൊരു സിംഹം കിരാതനെ നിഗ്രഹിപ്പാൻ മറഞ്ഞാശു വരും നേരം, മധ്യമാർഗേ ഗജം താനും എത്തിയിടിനാൻ. ബദ്ധമോദേന നേരിട്ടിൽ സിംഹവും മത്തമാതങ്കനും ചെന്നു കുറയാതെ സത്വരം നേരെയണഞ്ഞാൻ കുപിതനായി. പാരം പിണങ്ങി തളർന്നാരിരുവരും ചാരത്തു പാഞ്ഞു നിന്നിടിനാർ ദീനരായി. കേട്ടാരിരുവരും മാധവമാഹാത്മ്യം വാട്ടമൊഴിഞ്ഞു മുനിയുടെ ഭാഷിതം. സ്വസ്ഥനായാൻ ഗജേന്ദ്രൻ തഥാ സിംഹവും, അത്രയുമല്ല വെടിഞ്ഞാൻ ശരീരവും. ദിവ്യവേഷം പൂണ്ടു ദിവ്യയാനമേറി ദിവ്യാഭരണങ്ങളും ധരിച്ചാദരാൽ ദിവ്യപുമാന്മാരിരുവരും വന്നുടൻ ദിവ്യകഥകൾ പറഞ്ഞു നിൽക്കും. മുനി തന്നെ വണങ്ങി പ്രദക്ഷിണവും ചെയ്തു വന്ദനം ചെയ്തു നിൽക്കുന്നവർ തമ്മോടു മന്ദം ചിരിച്ചു ചോദിച്ചു മഹാമുനി, ധന്യരാം നിങ്ങളാരെന്നു ചോദിച്ചപ്പോൾ മുന്നമേ തങ്ങൾക്കു വന്നു ഭവിച്ചുള്ളൊരുന്നത ശാപവും മോക്ഷവും മൂലവും മന്നവനാകും മതംഗമുനി സുതർ എന്നതറികമേ. ദന്തലനെന്നു പേർ, ദിവ്യനാം കോഹലനെന്നിവൻ നാമവും. യൗവനയുക്തനായി വന്ന നാൾ മൽപിത വൈശാഖധർമ്മമനുഷ്ഠിക്കയെന്നതു കേശവനേറ്റമതിൻ പ്രിയമെന്നതും. മാർഗേ നിഴൽ പ്രഭാവാരിദാനാദിയും മാർഗശ്രാന്തന്മാരെ വീയേണമെന്നതും. അന്നദാനം ഹരിപൂജയും ചെയ്കിലോ പിന്നെയവർക്കു ഭജനമില്ലെന്നതും. അന്നദാനം ഹരിപൂജയും ചെയ്കിലോ പിന്നെയവർക്കു ജനനമില്ലെന്നതും. ഞങ്ങളോടേവം പറഞ്ഞു സരസമായി നിങ്ങളീ വണ്ണം സമസ്തവും ചെയ്കെന്നു. അച്ഛൻ പറഞ്ഞതു കേട്ടു ഞാൻ കോപിച്ചു. മത്സോദരനിവൻ മതിച്ചാൻ കോഹിലനഹോ. ധർമ്മവിരഹിതന്മാരായ ഞങ്ങളോടമ്മുനി ശ്രേഷ്ഠനും കോപിച്ചു ചൊല്ലിനാൻ, സുപ്രിയധർമ്മം വെടിയുന്നവനെയും അപ്രിയം ചൊല്ലുന്ന വല്ലഭ തന്നെയും വിദ്വേഷണശീലനാം നൃപൻ തന്നെയും ക്ഷിപ്രമുപേക്ഷിക്ക വേണം ബുധജനം. യുദ്ധമുര ചെയ്തു പിന്നെയും കോപേന ക്രുദ്ധനാം നീ സിംഹമാകെന്നു ശാപവും. മത്തനോയോരിവൻ മാതംഗമാകെന്നു സത്വരം ശാപമരുൾ ചെയ്തു നേരത്തു. ഖേദിച്ചു ഞങ്ങളും മോക്ഷമപേക്ഷിച്ചു മോദിച്ചു പിന്നെയും താതനരുൾ ചെയ്തു. ദുര്യോനിജാതരായി സഞ്ചരിക്കും വിധോ ദൈവയോഗാലൊരു നാൾ നിങ്ങൾ തങ്ങളിൽ ഏറ്റുമയങ്ങി നിന്നിടുന്ന നേരത്തു ചെറ്റുകൾ കേൾക്കായി വരും വൈശാഖമഹാത്മ്യം. ശാപമന്നേരം ഒഴിയുമെന്നുള്ളതും താപസശ്രേഷ്ഠ ധരിക്ക സകലവും. എന്നുര ചെയ്തവർ താതാലയം പോക്കു നിന്നു കിരാതനോടിങ്ങനെ ചൊല്ലിനാൻ. ശങ്കകളെല്ലാം അകന്നിതോ മാനസേ, വൈശാഖമാകുലി കാലത്തു പാതുകം. സംശയമെന്നിയേ നീ തന്ന കാരണം പുണ്യമേറും കഥ കേൾപ്പാൻ അവകാശം.
പുണ്യമിനിയും നിനക്കിതു വർധനം. എന്നതു കേട്ടു കിരാതൻ പ്രസാദിച്ചു, തന്നെ വില്ലും അമ്പും എറിഞ്ഞിടിനാൻ. വീതശങ്കം ദയാതമുനി തന്നെയും കൈതൊഴുതാശു പറഞ്ഞു തുടങ്ങിനാൻ. ദുഷ്ടധീയായ ഞാൻ നിന്നാൽ അനുഗ്രഹം കിട്ടിയ കാരണം ശ്രദ്ധയുണ്ടായിമേ. സൗഭാഗ്യമല്ലോ കൃപസഞ്ജനത്തിനു താപസശ്രേഷ്ഠതയാലോ ഗുണാംബുധേ. മൽപാപസംഘമകന്നു പോയിടുവാൻ ത്വത്പ്രീതി പാരമായുണ്ടാക വേണമേ. വ്യാധകുലത്തിൽ ജനിച്ചോരടിയനു ബോധമധർമ്മത്തിലല്ലോ നിരന്തരം. ത്വൽപാദസംഗമമുണ്ടാക കാരണം ഇപ്പോഴടിയൻ നിവൃത്തിമാർഗേച്ഛനായി നിന്നുടെ ദാസനായി ശിഷ്യനായേനഹം. ധന്യകൃപയ്ക്കൊരു പാത്രമായിടിനെ ത്വൽപുത്രനെ പോലെ എന്നെ നിരൂപിച്ചു കൽപ്പിക്ക കന്മഷനാശനാർത്ഥം ഭവാൻ. എന്നുടെ ദുഃഖപ്രദമായ ദുർബുദ്ധി എന്നുമേ തോന്നായിക വേണം മനസ്സിമേ. സജ്ജനത്തോടു യോഗം ഭവിച്ചിടുകിൽ പിന്നെ ഇജ്ജന്നം ദുഃഖമനുഭവിച്ചിടുമോ. അർക്കനെ കണ്ട തമസിനെ പോലെയെന്നുൾക്കമലം തെളിയിപ്പിക്ക വൈകാതെ. നല്ല വാക്യങ്ങളാൽ എന്നുടെ ദുഷ്കൃതമെല്ലാം അകറ്റുക വേണം ദയാനിധേ. ആചാര്യവാചാചപലം ഭവാർണവമാശു കടപ്പതുമെന്നറിഞ്ഞിടിനേൻ. പീതാംബരപ്രീതരായി സമചിത്തരായി ഭൂതങ്ങളിൽ കൃപാലുക്കളാം സാധുക്കൾ. ഉത്തമനാകിലും ഹീനനെന്നാകിലും ശത്രുവെന്നാകിലും മിത്രമായിടിലും ബുദ്ധി വരുവാൻ അരുൾ ചെയ്യുമോരോന്നു ബുദ്ധിമാന്മാരെന്നു മുന്നമേ കേട്ടു ഞാൻ. സർവപാപങ്ങളും ചെയ്തവനെങ്കിലും സർവധർമ്മച്ഛേദനെങ്കിലും മാനസേ പശ്ചാത്താപമുണ്ടാം അവനോടു ചിന്തിച്ചുപദേശമാശു നൽകും ഗുരു. സംസാരസാഗരത്തെ കടന്നിടുന്നു സംസാരചാതുര്യമല്ല പറവതു. ഗംഗാ മനുഷ്യാഘനാശിനിയാമവൾ മംഗലഭേദം അപേക്ഷിക്കുമാറില്ല. സർവജനങ്ങളെയും ശുദ്ധമാക്കും ഉർവീസുരാദ്യമായി നിത്യമാം സൽപദം. ബോധമില്ലാത്തവരും ക്ഷണാലിങ്ങനെ സാധുക്കളും ധരിച്ചിടുന്നുപോൽ സദാ കേപ്പതിനെപ്പോഴും പാത്രമായി തീർന്നു ഞാൻ. ത്വത്പ്രസാദാൽപരം ശ്രദ്ധയുണ്ടായിമേ. വ്യാധവാക്യം കേട്ടു മന്ദസ്മിതാന്വിതം സാധുവര്യൻ പ്രസാദിച്ചു ചൊല്ലിടിനാൻ. നാരായണപ്രീതി കൊണ്ടു മഹാജനം സംസാരവാരാനിധി കടന്നിടുന്നു. ചെയ്തിടോ വൈശാഖധർമ്മങ്ങളാശു നീ ഭോഗമോക്ഷങ്ങൾ സിദ്ധിപ്പാൻ തടവില്ല. ആതപത്താലത്ര നിന്നുകൂടാ സഖേ വീതസന്ദേഹം നിഴലിലിരിക്ക നാം. മന്ദം ഗമിച്ചു മുനിയും കിരാതനും ചെന്ന നേരം ജലം കണ്ടിതു ശുദ്ധമായി. ദാഹവും തീർന്നൊരു വൃക്ഷമൂലേ വസിച്ചാഹന്ത മഹാത്മ്യമെല്ലാം ഉര ചെയ്തു. ഇമ്മാസമേറ്റം പ്രിയം ഭഗവാനെടോ സാമ്യമിതിന്നു മറ്റൊന്നില്ല നിർണയം. എന്തിനീ എന്നു കേൾക്കേണ്ടു ഭവാനതു അന്തരമില്ല പറയാമശേഷവും. അഷ്ടാദശാധ്യായം ഇപ്പോഴുര ചെയ്തു തുഷ്ട്യാധരിക്കിനി നീതിമാൻ ഭൂപതേ. എന്തിനിയൊന്നു കേൾക്കേണ്ടു ഭവാനതു അന്തരമില്ല പറയാമശേഷവും. അഷ്ടാദശാധ്യായം ഇപ്പോഴുര ചെയ്തു തുഷ്ട്യാധരിക്ക നീ നീതിമാൻ ഭൂപതേ. ഇതി വൈശാഖമാഹാത്മ്യേ അഷ്ടാദശോധ്യായ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.